താല്പര്യങ്ങളിൽ അങ്ങനെ പോവുക. ഒരു സംഘടന എന്ന രീതിയിൽ ഞങ്ങൾക്കൊന്നും ഒരു സ്പേസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു വിഷയം. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ അന്ന് മൂപ്പർ ഉയർത്തിയ എല്ലാ സംവിധാനം അവസാനിച്ചു കഴിഞ്ഞു. അന്ന് ഉയർത്തിയ എല്ലാ വിഷയവും ഇപ്പോൾ മൂപ്പരും പറയണില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ലെഫ്റ്റ് ആയിട്ട് ഇനി സഹകരിച്ച് ഞങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന CPM-ലേക്കും ഇടതുപക്ഷത്തേക്കും തിരിച്ചു പോകുക എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് രാജിവെച്ചത്. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് മറ്റൊരു രാജി കൂടി ഉണ്ടായിരിക്കുന്നു. യൂത്ത് കോർഡിനേറ്റർ ആയിട്ടുള്ള സയ്യിദ് റൂമിയാണ് രാജിവെച്ചിരിക്കുന്നത്. സയ്യിദ് നമുക്കൊപ്പം ചേരുകയാണ്. എന്തുകൊണ്ടാണ് രാജി എന്താ വെച്ചാൽ ഈ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ ഉണ്ടാക്കിയ ആൾക്കാരിൽപ്പെട്ട ഒരാളാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ തുടക്കത്തിൽ അൻവർക്കൊരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന സമയത്ത് നമുക്കൊക്കെ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതൊരു രാഷ്ട്രീയ മൂവ്മെൻ്റ് ആവും, നമുക്കൊക്കെ പുതിയൊരു രാഷ്ട്രീയം ഇവിടെ മുന്നോട്ട് വെക്കാൻ പറ്റും, ബംഗാളിലൊക്കെ പോലെ ഒരു സാഹചര്യം ഉണ്ട് എന്നായിരുന്നു. പക്ഷെ മൂപ്പര് ഇപ്പോൾ അതൊന്നും പറയാതെ UDF-ലെത്തിയതിന് ശേഷവും മൂപ്പര് ആളുകളെ കൂട്ടിപ്പിടിച്ച് പോകാതെ മൂപ്പരുടെ ഒരു താല്പര്യങ്ങളിൽ അങ്ങനെ പോവുക. ഒരു സംഘടന എന്ന രീതിയിൽ ഞങ്ങൾക്കൊന്നും ഒരു സ്പേസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു വിഷയം. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ അന്ന് മൂപ്പർ ഉയർത്തിയ എല്ലാ സംവിധാനം അവസാനിച്ചു കഴിഞ്ഞു. അന്ന് ഉയർത്തിയ എല്ലാ വിഷയവും ഇപ്പോൾ മൂപ്പരും പറയണില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ലെഫ്റ്റ് ആയിട്ട് ഇനി സഹകരിച്ച് ഞങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന CPM-ലേക്കും ഇടതുപക്ഷത്തേക്കും തിരിച്ചു പോകുക എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് രാജിവെച്ചത്. PV അൻവറിൻ്റെ ഏകാധിപത്യപരമായിട്ടുള്ള തീരുമാനങ്ങളാണോ നിങ്ങളെ മാറ്റി തിരിച്ചിരിക്കുന്നത്? അതെ. അതാ മൂപ്പർക്ക് അപ്പം തോന്നുന്ന ഒരു സംഘടനയല്ലേ അത്, തോന്നുന്നതാണ് ഇതിൻ്റെ പോളിസി. അതൊരു വലിയ പ്രശ്നമാണല്ലോ. മനുഷ്യരാകുമ്പോൾ അതിനൊരു പരിമിതി ഉണ്ടാവും. ആ പരിമിതിയെ ഓവർകം ചെയ്യുന്നതിനൊരു കൂട്ടായ്മ വേണം. ആ കൂട്ടായ്മ മൂപ്പർക്കില്ല. ആരും അങ്ങനെ മൂപ്പരെ കൂടെ നിൽക്കണം എന്ന് മൂപ്പർക്ക് താല്പര്യമില്ല. ഇപ്പോൾ KT അബ്ദുറഹ്മാൻ പോണ തലേന്ന് വരെ ഞാൻ ചർച്ച നടത്തി രണ്ടാളോടും. അത് മൂപ്പർക്ക് അങ്ങനെ അത് തടഞ്ഞോളണമെന്നൊന്നുമില്ല, പോണോല് പോട്ടെ, ആ ഒരു ലൈനാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണല്ലോ. ഒരു സംഘടന ആകുമ്പോൾ അങ്ങനെയല്ലല്ലോ. അബ്ദുറഹ്മാൻ അതുപോലെ തന്നെ പ്രസീദ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ രാജിവെക്കുന്നു. ഇനിയും ആൾക്കാർ രാജിവെക്കും. കാരണം ആൾക്കാർക്ക് ഇത് എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ മൂപ്പര് ബേപ്പൂർ മത്സരിക്കുന്ന ഒരു ഗ്രൗണ്ടിൽ വളരെ ശക്തമായി മത്സരിക്കുന്നു. പക്ഷെ മത്സരിക്കുന്നതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ ബേപ്പൂർ താമസിക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല. ആ ഒരു തിരിച്ചറിവ് അത് ഞങ്ങൾ വളരെ ശക്തമായി മൂപ്പരോട് പറഞ്ഞിരുന്നു. ബേപ്പൂർ മത്സരിക്കരുത്, അപകടമാണ്, അത് നമുക്ക് വലിയ ക്ഷീണം ചെയ്യും, കുറേ കേൾക്കാതെ മത്സരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സൂയിസൈഡിന് നമ്മളില്ല എന്നുള്ളതാണ് ഇപ്പം ഈ രാജിയുടെ ഒരു കാരണം. പാർട്ടിക്കകത്ത് സാമ്പത്തിക ക്രമക്കേട് വല്ലതുമുണ്ടോ? ഈ സാമ്പത്തിക ക്രമക്കേട് പറഞ്ഞാൽ അതിനകത്ത് പൈസ എവിടുന്നാണ് വരുന്നത്, എവിടേക്കാണ് പോകുന്നത്, അത് നമുക്കാർക്കും അറിയില്ല. ഇപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകുത്തികളായി നിൽക്കുക. ഇപ്പം നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞു, വലിയ ഫണ്ട് അവിടെ ചിലവാക്കി. ₹1 എങ്ങനെയാണ് പോയതെന്ന് എനിക്കറിയില്ല. ₹1 അതിൻ്റെ ഒരു കണക്ക് വേണ്ടേ? ഞാൻ അതിൻ്റെ ഒരു യൂത്ത് നേതാവല്ല, ഞാനെന്നല്ല, ആർക്കും അറിയില്ലുണ്ടാവില്ല. അപ്പോൾ മൂപ്പര് ചിലവഴിക്കുന്ന അതെ ഞങ്ങളെല്ലാവരും പോയത് ഞങ്ങളെ സ്വന്തം വണ്ടിക്ക്. ഞാൻ എല്ലാ ദിവസവും രാമനാട്ടുകരയിൽ നിന്ന് നിലമ്പൂർ പോയതാണ്. എൻ്റെ വണ്ടിക്ക് ഞാനാണ് പെട്രോൾ അടിച്ചത്. ₹1 ആരും തന്നിട്ടില്ല. അപ്പോൾ അതാണ് എൻ്റെ സംഗതി. PV അൻവറിനോടുള്ള എതിർപ്പും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടിക്കകത്തുള്ള സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവരുടെ രാജി. കൂടുതൽ പേർ ഇനി രാജിവെക്കും എന്ന് തന്നെയാണ് സയ്യിദ് റൂമി വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്ന് ജിജീഷിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.